తెలుగు సినిమా అంటే మాస్. తెలుగు సినిమాలు బాలయ్య అంటే మెగా మాస్. గాడ్ ఆఫ్ మాసెస్ బాలయ్య ఎన్బికే. అందరికీ నమస్కార. అగండా 2 ఎన్బికే గాడ్ ఆఫ్ మాసెస్ బాలయ్య గారు అగండా 2 నండి మా బాలయ్య గారు కొత్త పాత విడుదల అండి. Sorry guys, this is the only some Telugu words I could try right now, but maybe later I will learn some more Telugu and obviously I will just speak some. തെലുഗു ഇൻഡസ്ട്രിയിലെ ഗോഡ് ഓഫ് മാസസ് നമുക്കറിയാം, മലയാളികൾക്ക് ഏറെ പരിചിതനാണ് നമ്മുടെ സ്വന്തം ബാലയ്യ എൻബികെ ബാലയ്യ ഗാരു. ബാലയ്യ ഗാരുടെ അഖണ്ഡ 1 കണ്ടവരുണ്ടാവും. അഖണ്ഡ 2 റിലീസാവാൻ പോകുന്നുണ്ട്. സോ അഖണ്ഡ 2 ഫസ്റ്റ് ലിറിക്കൽ സോങ് ആണ് ഇറങ്ങിയിട്ടുള്ളത്, നമ്മുടെ സംയുക്ത മേനോൻ വിത്ത് ഗോഡ് ഓഫ് മാസസ് ബാലയ്യ. എന്താണ് ബാലയ്യ എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. സോങ് നെയിം ഈസ് ജജിഗായ ലിറിക്കൽ വീഡിയോ അഖണ്ഡ 2 താണ്ഡവം. എൻബികെ, ബോയപ്പട്ടി ശ്രീനു, സംയുക്ത and one and only Taman S. Let's go here, man. Let's get into it. The mood, vibe. Okay. Taman S. Oh. Alayya. Oh. Paya. Hindi. Iduso. Oh. Alayya, fever. കൃഷ്ണനായ, ശശികായ, ബാലയ്യായ. ഓ, എന്താ സെറ്റ് മാൻ. ഞാൻ സെറ്റ് വേറെ ഡയറക്ടർ. Sammirari. Oh. Oh. Ena. Yeah. ബാലയ്യ ഒരു പായ ആയാണ് പ്രാസം. ബാലയ്യ Oh, Agenda, Tandavo, Mayapati, Renu, Daru, Agenda 2. Yeah, man. I told you this energy means ബാലയ്യ. ബാലയ്യന്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞാല് പാട്ടായിക്കോട്ടെ, ഡയലോഗ് ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, മൊത്തം സിനിമ ആയിക്കോട്ടെ, അതൊരു വൈബായിരിക്കും. ലൈക്ക് എനർജറ്റിക്. ആ ഒരു എനർജി സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്കൊരു ഫീലാണ്. ഞാൻ മൂപ്പരുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പടം ദാക്കുമാരെ നമ്മൾ കണ്ടതാണ്, റിവ്യൂ പറഞ്ഞതാണ്. ഭയങ്കര ഒരു വൈബ്, ആ ഒരു എനർജി ഫീലാണ്. ലൈക്ക് ഇമോഷണൽ ആണെങ്കിലും കാര്യങ്ങളായാലും. ഇതുവരെ കണ്ട മൂപ്പരുടെ എൻബികെ പടം വെച്ചിട്ട് ദാക്കു മഹാരാജത്തെ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് താണ്ഡവ 1 ഞാൻ കണ്ടതാണ്. ലൈക്ക് നമുക്കറിയാം എന്തൊക്കെയാണ് ഉണ്ടാവില്ല കാര്യങ്ങൾ. പക്ഷേ തെലുങ്കില് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശില്, ഹൈദരാബാദില് മൂപ്പരുടെ പടം 100 കോടി 200 കോടി പടത്തിന് താഴെ വരാറില്ല. അതാണ് സത്യം.
ലൈക്ക് റെക്കോർഡ് ബ്രേക്കിംഗ് തന്നെയാണ്. ഓരോ പടം ഇറങ്ങുമ്പോഴും ആഘോഷമാണ്, അല്ലെങ്കിൽ റെക്കോർഡുകൾ വാരി തകർത്തെറിയുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ലൈക്ക് മൂപ്പരുടെ ഒരു ഇതില് എല്ലാം ഹിറ്റാണ്, എനർജിയാണ്, മാസാണ്. അതുകൊണ്ടാണ് ഗോഡ് ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ കൊമേഴ്ഷ്യൽ ഹിറ്റുകളുടെ ഒരു ഇപ്പോഴും ഈ കാലത്തും ചെറിയ പിള്ളേരോടെല്ലാം അല്ലെങ്കിൽ ചെറിയ ജനറേഷനിലുള്ള ആൾക്കാരോടെല്ലാം മല്ലിടിച്ച് നിൽക്കുന്നില്ലേ, അതന്നെ ഭയങ്കരമായ എനർജിയാണ്. ആൻഡ് ഒബ്വിയസ്ലി മൂപ്പരുടെ ഡാൻസ് ആയാലും ഡയലോഗ് ആണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും അതിലെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട് മൂപ്പര്. ലൈക്ക് ആ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ബാക്കിയുള്ളവർക്ക് നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ടല്ലോ, പക്ഷേ ദാറ്റ് കൈൻഡ് ഓഫ് വൈബ് ഉണ്ട്. അത് ദാക്കു മഹാരാജ് എക്സ്പെഷ്യലി ആൻഡ് തമന്റെ മ്യൂസിക്കും കൂടി ചേരുന്ന സമയത്ത് വേറെ ലെവൽ. ഒബ്വിയസ്ലി നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞില്ല. പാട്ട് ഒബ്വിയസ്ലി ഈ ജിജിഗായ എന്ന് പറയുന്നത് ആരെങ്കിലും തെലുഗു ആൾക്കാർ ഇഫ് യു നോ വാട്ട് ഈസ് ജിജിഗായ, ഇഫ് യു നോ പ്ലീസ് കമന്റ് ഓൺ ദിസ്. സോ അതാണ് ആ പാട്ടിന്റെ പേര്, ജിജിഗായ. ജിജിഗായ പിന്നെ കുറെ പ്രാസങ്ങളാണ് കേട്ടോ. ബാലയ്യ യാൽ അവസാനിക്കൊണ്ട് തന്നെ പായ, ചായ, തായ അങ്ങനെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഏതായാലും പാട്ടും സെറ്റും സംയുക്ത മേനോനും ലൈക്ക് ബാലയുടെ ഡാൻസും എല്ലാം ആസ് യൂഷ്വൽ കളർഫുൾ ആൻഡ് എനർജറ്റിക് ആണ്. വേറൊന്നും പറയാനില്ല. സോ അഖണ്ഡ താണ്ഡവം എന്നാണ് കേട്ടോ. അഖണ്ഡ ഫസ്റ്റ് താണ്ഡവം ഉണ്ടായിരുന്നില്ല, ഇത് താണ്ഡവമാണ്, ശിവ താണ്ഡവം. ആൻഡ് ബൊയാപതി ശ്രീനു, അതാണ് മൂപ്പരുടെ ഡയറക്ടറുടെ പേര്. ശ്രീനു ഈ മൂപ്പറ വെച്ച് പടം എടുക്കുന്നതിൽ ഭയങ്കര വേറെ തന്നെ ഒരു മാസ്റ്ററാണ്. ലൈക്ക് ഈ ഒരു മാസ് ക്ലാസ് അല്ലെ, ക്ലാസ് അല്ല മാസ് ആൻഡ് ആ എനർജി വൈബില്ല പടങ്ങൾ, അതിൽ ഡാൻസും പാട്ടും എല്ലാം ആക്ഷനും എല്ലാം ഉണ്ടാവും. സോ നമ്മളെ അറിയാം, 65 വയസ്സായ ബാലയ്യയുടെ തേരോട്ടം അല്ലെങ്കിൽ വിളയാട്ടം ആണ് നമ്മൾ കാണാൻ പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. സോ ഗൈസ്, ഓൺലി ഫോർ ബാലയ്യ NBK നന്ദമൂരി ബാലകൃഷ്ണ.